നമ്മുടെ സൗരയൂഥത്തിനെ മൊത്തത്തിൽ വിഴുങ്ങാൻ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, നമ്മുടെ മിൽക്കി വേ വെറും സൂക്ഷ്മ ജീവിയെ പോലെയാണെന്ന് തോന്നിക്കുന്ന എത്ര വലിപ്പമുള്ള ഗാലക്സികൾ, പ്രകാശം പോലും മറികടക്കാൻ പ്രയാസപ്പെടുന്ന എത്ര ബൃഹത്തായ ഘടനകൾ, അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഭീമാകാരമായ വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൽ ഇതുവരെ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും വലിയ വസ്തുക്കൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും തന്നെ തുടങ്ങാം. സിറീസ് ആണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഉൽക്ക. ആസ്ട്രോയിഡ് ബെൽറ്റിൽ സ്ഥിതി ചെയ്യുന്ന സിറീസിന് ഏകദേശം 964 കിലോമീറ്റർ വ്യാസമുണ്ട്. താരതമ്യേന പറഞ്ഞാൽ ദിനോസറുകളെ നശിപ്പിച്ച ആസ്ട്രോയിഡിന് 10 മുതൽ 15 കിലോമീറ്ററിന്റെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ആസ്ട്രോയിഡ് ബെൽറ്റിൽ ദശലക്ഷക്കണക്കിന് ഉൽക്കകളുണ്ട്. പക്ഷേ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ മൊത്തം മാസിൽ 40% യഥാർത്ഥത്തിൽ സിറീസിന്റേതാണ്. സിറീസിന്റെ ഈ വലിപ്പവും മാസും കാരണം ഇതിനേതാണ്ട് ഒരു ഗോളാകൃതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കുള്ളൻ ഗ്രഹമായും പരിഗണിക്കുന്നുണ്ട്. സിറീസിന് പുറമെ വേറെയും ഡ്വാർഫ് പ്ലാനറ്റ്സ് ഉണ്ട്. പക്ഷേ ബാക്കി ഒന്നിനെയും ഇങ്ങനെ ആസ്ട്രോയിഡ് ആയിട്ട് പരിഗണിക്കുന്നില്ല. അതിൽ പ്ലൂട്ടോ ആണ് ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹത്തിന് പ്ലൂട്ടോയുടെ ഇരട്ടിയിലധികം വലിപ്പമുണ്ട്. അതാണ് ഗാനിമേഡ്. 5268 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഉപഗ്രഹം മെർക്കുറി ഗ്രഹത്തിനേക്കാൾ വലുതാണ്. സോളാർ സിസ്റ്റത്തിന് പുറത്ത് ചില എക്സോമൂൺ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇവ ശരിക്കും ഉപഗ്രഹങ്ങളാണോ അല്ലയോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ 8000 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള കെപ്ലർ 1625b(I) ആണ് ഏറ്റവും വലിയ എക്സോമൂൺ കാൻഡിഡേറ്റ്. ഇത് ഏതാണ്ട് നമ്മുടെ ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുള്ള ഒരു വാതക ഭീമൻ ഗ്രഹത്തിനെയാണ് വലം വയ്ക്കുന്നത്. ഇതിന് നമ്മുടെ ഭൂമിയുടെ 4 മടങ്ങ് വലിപ്പമുണ്ട്. ഭൂമിയാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ റോക്കി പ്ലാനറ്റ്. എന്നാൽ 700 പ്രകാശവർഷങ്ങൾക്കകലെ TOI 849b എന്നൊരു റോക്കി പ്ലാനറ്റ് ഉണ്ട്. ഇതിന് ഭൂമിയുടെ 3.5 മടങ്ങോളം വലിപ്പവും 39 മടങ്ങ് മാസമുണ്ട്. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ റോക്കി പ്ലാനറ്റ്. പക്ഷെ ഇത് ശരിക്കും ഒരു ചിത്തോണിയൻ പ്ലാനറ്റ് ആണ്. ചില സാഹചര്യങ്ങളിൽ വാതക ഭീമൻ ഗ്രഹങ്ങളുടെ വാതകമെല്ലാം നഷ്ടപ്പെടും. ഒടുവിൽ അതിന്റെ സോളിഡായ കോർ ഭാഗം മാത്രം അവശേഷിക്കും. ഈ അവശേഷിക്കുന്ന കോർ ഒരു സാധാരണ റോക്കി പ്ലാനറ്റിനെ പോലെ തന്നെ ആയിരിക്കും. ഇതാണ് ചിത്തോണിയൻ പ്ലാനറ്റ്സ്. ഇതല്ലാതെ ശരിക്കുമുള്ള റോക്കി പ്ലാനറ്റ്സിൽ TOI 1075b ആണ് ഏറ്റവും വലുത്. 201 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഈ ഗ്രഹത്തിന് ഏകദേശം ഭൂമിയുടെ ഇരട്ടി വലിപ്പമുണ്ട്. ഇതിനേക്കാൾ വലിപ്പമുള്ള വേറെയും ചില റോക്കി പ്ലാനറ്റ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശരിക്കും റോക്കി പ്ലാനറ്റ്സ് തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ജൂപ്പിറ്റർ ആണ് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഇതിന് ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ വ്യാസമുണ്ട്. ഇതിന് 1300 ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട്. എന്നാൽ 353 പ്രകാശവർഷങ്ങൾക്കകലെ HD 10546b എന്നൊരു ഗ്രഹമുണ്ട്. ഇതിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 7 മടങ്ങോളം വലിപ്പമുണ്ട്. താരതമ്യേന പറഞ്ഞാൽ സൂര്യന്റെ 75% കൂടുതൽ വലിപ്പം. ഈ ഗ്രഹത്തിന്റെ വ്യാപ്തിയിൽ പല ലക്ഷക്കണക്കിന് ഭൂമികളെ ഉൾക്കൊള്ളാനാകും. ശരാശരി റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് പോലും ഈ ഗ്രഹത്തിന്റെ പകുതി വലിപ്പമുണ്ടായിരിക്കില്ല. അത്രയേറെ ഭീമാകാരമായ ഗ്രഹം. ജൂപ്പിറ്ററിന്റെ 15 മടങ്ങിൽ കൂടുതൽ മാസും ഇതിനുണ്ട്. പക്ഷെ ഏറ്റവും മാസ് കൂടിയ ഗ്രഹം ഇതല്ല. അത് 750 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന SDSS J0104 ആണ്. ഇതിന് ഏതാണ്ട് ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ. എന്നാൽ ജൂപ്പിറ്ററിന്റെ 90 മടങ്ങിൽ കൂടുതൽ മാസുണ്ട്. കുറച്ചുകൂടെ മാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു നക്ഷത്രമായി മാറിയേനെ. പക്ഷെ ഇതിനെ ഗ്രഹമെന്ന് വിളിക്കാമോ എന്നത് സംശയമാണ്. കാരണം ഇത് ശരിക്കും ഒരു ബ്രൗൺ ഡ്വാർഫാണ്. അതായത് നക്ഷത്രമാകാൻ കഴിയാതെ പോയ വസ്തു. പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം ഏതാണെന്നത് നിലവിൽ ഒരു തർക്ക വിഷയമാണ്. പണ്ട് UY-Scuti എന്നൊരു നക്ഷത്രത്തിനെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായി പരിഗണിച്ചിരുന്നത്. നിഗമന പ്രകാരം ഇതിന് സൂര്യന്റെ 1700 മടങ്ങോളം വലിപ്പമുണ്ടായിരുന്നു. എന്നാൽ പിന്നീടുള്ള വ്യക്തമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന് സൂര്യന്റെ 900 മടങ്ങോളം വലിപ്പമേ ഉള്ളൂവെന്ന് മനസ്സിലായി. ശേഷം ഏറ്റവും വലിയ നക്ഷത്രമെന്ന പട്ടം 20,000 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള സ്റ്റീഫൻസൺ 2- എന്നൊരു നക്ഷത്രത്തിനാണ് നൽകിയിരുന്നത്. നിഗമനമനുസരിച്ച് ഇതിന് സൂര്യന്റെ 2150 മടങ്ങിൽ കൂടുതൽ വലിപ്പമുണ്ട്. പക്ഷെ ഇത് സ്ഥിതി ചെയ്യുന്ന ദൂരം വളരെ വലിയൊരു സംശയമാണ്. അതായത് ഇത് നമ്മൾ കരുതുന്നതിനേക്കാൾ ഒരുപാട് സമീപത്തായിരിക്കുമെന്നാണ് സംശയം. നിർഭാഗ്യവശാൽ അത് നിലവിലൊരു വലിയ സംശയമായിട്ട് തന്നെ തുടരുകയാണ്. ഇതിന് പകരം നിലവിൽ 22,000 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന RSGC 1-F01 എന്നൊരു റെഡ് സൂപ്പർ ജയന്റ് നക്ഷത്രത്തിനെയാണ് നിലവിൽ ഏറ്റവും വലിയ നക്ഷത്രമായി പരിഗണിക്കുന്നത്. ഇതിന് സൂര്യന്റെ 1500 മുതൽ 2100 മടങ്ങോളം വരെ വലിപ്പമുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നതാണ് സ്റ്റാർ ക്ലസ്റ്റേഴ്സ്. 17,000 പ്രകാശവർഷങ്ങൾക്കകലെ നമ്മുടെ ഗാലക്സിയിൽ തന്നെയുള്ള ഒമേഗ സെന്റോറിയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാർ ക്ലസ്റ്റർ.
ഏകദേശം 150 പ്രകാശ വർഷങ്ങളുടെ വ്യാസമുള്ള ഈ ക്ലസ്റ്ററിൽ 1 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം. താരതമ്യേന പറഞ്ഞാൽ അത്രയും സാന്ദ്രത നമ്മുടെ സൂര്യൻ നിലനിൽക്കുന്നതിന് ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ സൂര്യനും പ്രോക്സിമ സെന്റോറിക്കും ഇടയിലുള്ള ദൂരത്തിൽ 10,000 കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നേനെ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒമേഗ സെന്റോറി ഏറ്റവും വലുത്. എന്നാൽ ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങളുള്ള സ്റ്റാർ ക്ലസ്റ്റർ നിലനിൽക്കുന്നത് ഏകദേശം 25 ലക്ഷം പ്രകാശ വർഷങ്ങൾക്കകലെയാണ്. കൃത്യമായി പറഞ്ഞാൽ ആൻഡ്രോമെഡ ഗാലക്സിയിൽ. ഇതാണ് മായൽ 2. ഇതിൽ 1.5 കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്. പക്ഷെ ഇതിന് വെറും 42 പ്രകാശ വർഷങ്ങളുടെ വ്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റാർ ക്ലസ്റ്റർ അത്യധികം സാന്ദ്രത കൂടിയതായിരിക്കും. ഇത്രയും സാന്ദ്രത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സൂര്യനും പ്രോക്സിമ സെന്റോറിക്കും ഇടയിലുള്ള ദൂരത്തിൽ പല ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നേനെ. ഇത്രയേറെ നക്ഷത്രങ്ങളുടെ പ്രകാശം കാരണം ഭൂമിയിൽ ഒരിക്കലും പൂർണ്ണമായും രാത്രി ഉണ്ടാകില്ലായിരുന്നു. രാത്രി സമയവും പകൽ പോലെ ശോഭയേറിയതായേനെ. TON 618 ആയിരുന്നു പണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ. ഇതിന് നമ്മുടെ സൂര്യന്റെ 6600 കോടി മടങ്ങ് മാസ് ഉണ്ട്. എന്നാൽ പിൽക്കാലത്ത് അതിനേക്കാൾ വലിയൊരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തി. അതാണ് ഫീനിക്സ് എ സ്റ്റാർ. ഏകദേശം 580 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സി കൂട്ടമാണ് ഫീനിക്സ് ക്ലസ്റ്റർ. അതിലെ ഏറ്റവും വലിയ ഗാലക്സിയായ ഫീനിക്സ് എയിലാണ് ഈ ബൃഹത്തായ ബ്ലാക്ക് ഹോൾ നിലനിൽക്കുന്നത്. ഈ ബ്ലാക്ക് ഹോൾ ശരിക്കും ഭയാനകമാണ്. ഇതിന് നമ്മുടെ സൂര്യന്റെ 10,000 കോടി മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ട്. ഓർക്കുക, ചില ഗാലക്സികൾക്ക് വരെ ഇതിന്റെ പകുതി മാസ് പോലും ഉണ്ടായിരിക്കില്ല. ഏകദേശം 600 കോടി കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ വ്യാസം. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്നും പ്ലൂട്ടോ വരെയുള്ള ദൂരത്തിന്റെ 100 മടങ്ങ് ദൂരം. ഇതിപ്പോഴും വലിപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 40,000 ഭൂമികൾക്ക് തുല്യമായ അളവിലുള്ള പദാർത്ഥങ്ങളാണ് ഈ ബ്ലാക്ക് ഹോൾ ഓരോ ദിവസവും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 11 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ നിലനിൽക്കുന്ന IC1101 എന്നൊരു ഗാലക്സിയെയാണ് പണ്ട് ഏറ്റവും വലിയ ഗാലക്സിയായിട്ട് പരിഗണിച്ചിരുന്നത്. ഇതിന് 60 ലക്ഷം പ്രകാശ വർഷത്തിൽ കൂടുതൽ വ്യാസമുണ്ടെന്നായിരുന്നു പണ്ട് കരുതിയിരുന്നത്. എന്നാൽ സമീപകാലത്ത് നടത്തിയ നിരവധി നിരീക്ഷണങ്ങളിൽ ഇതിന്റെ വലിപ്പം കൂടുതൽ കൃത്യമായി മനസ്സിലായി. ഇതിന് യഥാർത്ഥത്തിൽ വെറും 5.5 ലക്ഷം പ്രകാശ വർഷങ്ങളുടെ വ്യാസമേ ഉള്ളൂ. 5.5 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് എന്നത് അത്ര ചെറുതൊന്നുമല്ല. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേയുടെ വലിപ്പം എന്നത് വെറും 1 ലക്ഷം മുതൽ 2 ലക്ഷം ലൈറ്റ് ഇയേഴ്സോളമാണ്. എന്നാൽ 65 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ മറ്റൊരു ഭീമൻ ഗാലക്സിയെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ESO 383-76. ഇതിന് ഏകദേശം 18 ലക്ഷം പ്രകാശ വർഷങ്ങളുടെ വ്യാസമുണ്ട്. അതായത് മിൽക്കി വേയുടെ 10 മുതൽ 18 മടങ്ങ് വരെ വലിപ്പം. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഗാലക്സി. പക്ഷേ റേഡിയോ ഗാലക്സികൾ എന്ന ഒരു വിഭാഗം ഗാലക്സികളുണ്ട്. മധ്യഭാഗത്തിലെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ കാരണം ഇത്തരം ഗാലക്സികൾ വൻതോതിൽ റേഡിയോ തരംഗങ്ങൾ പുറത്തുവിടും. ബ്ലാക്ക് ഹോളിന്റെ ധ്രുവങ്ങളിൽ നിന്നും ജെറ്റ്സ് പോലെ പുറത്തേക്ക് വമിക്കുന്ന ഈ റേഡിയോ തരംഗങ്ങൾ ബഹിരാകാശത്തിലൂടെ പല ദശലക്ഷക്കണക്കിന് ദൂരം സഞ്ചരിക്കും. അതിനാൽ റേഡിയോ ടെലിസ്കോപ്സിലൂടെ നോക്കിയാൽ ഈ ജെറ്റ്സ് കാരണം ഇവ അത്യധികം വലിപ്പമുള്ള ഗാലക്സികളായിട്ട് തോന്നും. ഈ രീതിയിൽ പരിഗണിച്ചാൽ 300 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന അൽസിയോണിയസ് ഗാലക്സിയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഗാലക്സി. ദൃശ്യപ്രകാശത്തിലൂടെ നോക്കിയാൽ ഇതിന് നമ്മുടെ ഗാലക്സിയേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേ ഉണ്ടായിരിക്കൂ. എന്നാൽ റേഡിയോ ടെലിസ്കോപ്സിലൂടെ നോക്കിയാൽ ഇതിന് 1.5 കോടി പ്രകാശ വർഷത്തിൽ കൂടുതൽ വലിപ്പമുണ്ട്. അതായത് മിൽക്കി വേ ഗാലക്സിയുടെ 100 മടങ്ങോളം വലിപ്പം. ഒരുപാട് ഗാലക്സികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നതിനെ ഒരു ഗാലക്സി ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്. 1000 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ എൽ ഗോർഡോ എന്നൊരു ഗാലക്സി ക്ലസ്റ്റർ ഉണ്ട്. ഇതാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗാലക്സി ക്ലസ്റ്റർ. ഇതിൽ ആയിരക്കണക്കിന് ഗാലക്സികളുണ്ട്. പക്ഷെ ഇതിന് ഏകദേശം 80 പ്രകാശ വർഷങ്ങളുടെ വ്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സാന്ദ്രത കൂടിയ ഒരു ഗാലക്സി ക്ലസ്റ്ററാണ്. ഇത്രയും സാന്ദ്രത മിൽക്കി വേക്ക് ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ മിൽക്കി വേക്കും ആൻഡ്രോമെഡയ്ക്കും ഇടയിലുള്ള ദൂരത്തിൽ 100 കണക്കിന് ഗാലക്സികൾ ഉണ്ടായിരുന്നേനെ. ഒരുപാട് ഗാലക്സി ക്ലസ്റ്ററുകൾ കൂട്ടമായി നിൽക്കുന്നതിനെ സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്. ഏകദേശം 400 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന സരസ്വതി സൂപ്പർ ക്ലസ്റ്ററാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ സൂപ്പർ ക്ലസ്റ്റർ. ഇത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയതെന്ന് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഈ സൂപ്പർ ക്ലസ്റ്ററിന് ഏകദേശം 65 കോടി പ്രകാശ വർഷങ്ങളുടെ വ്യാസമുണ്ട്. 43 ഗാലക്സി ക്ലസ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഇങ്ങനെ ഒരുപാട് സൂപ്പർ ക്ലസ്റ്റേഴ്സ് കൂടിച്ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഘടനയെ ഗാലക്റ്റിക് ഫിലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗാലക്റ്റിക് ഫിലമെന്റ് എന്നത് ഹെർക്കുലീസ് കൊറോണ ബൊറിയാലിസ് ഗ്രേറ്റ് വാൾ ആണ്. ഈ ഫിലമെന്റിന് 1000 കോടി പ്രകാശ വർഷങ്ങളുടെ നീളമുണ്ട്. അതായത് മൊത്തം ദൃശ്യപ്രപഞ്ചത്തിന്റെ 10% കൂടുതൽ വലിപ്പം. ഈ ഘടനയ്ക്കുള്ളിൽ 400 കോടിയിലേറെ ഗാലക്സികൾ ഉണ്ടെന്നാണ് നിഗമനം. ഏറ്റവും വലിയ ഗാലക്റ്റിക് ഫിലമെന്റ് എന്നതിലുപരി ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വസ്തു.